തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വളരെ വ്യക്തമാണ്. UDF നല്ല മേൽക്കൈ ലഭിച്ചിട്ടുണ്ട്. ഒപ്പം മുസ്ലിം ലീഗും അതിൻ്റെ പ്രകടനം വളരെയേറെ മെച്ചപ്പെടുത്തി കൂടുതൽ സീറ്റുകളിലേക്ക് ഞങ്ങൾക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. അപ്പോൾ കേരളത്തിൻ്റെ ഭാവി വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ വിധി എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണത്തോടുള്ള എതിർപ്പും കേരളത്തിലെ ഒരു നല്ല ഭരണം തിരിച്ചു വരണം എന്നുള്ള അങ്ങേയറ്റത്തെ ആഗ്രഹവും അതാണ് ജനങ്ങൾ ഇവിടെ പ്രകടിപ്പിച്ചത്. നമ്മുടെയൊക്കെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ വിജയം ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങൾ മീഡിയ എല്ലാം അത് വിലയിരുത്തി കഴിഞ്ഞു. അതിൽ സന്തോഷമുണ്ട്. ഇന്ന് തന്നെ അതിൻ്റെ കണക്കുകളൊക്കെ വന്നു. കേരളത്തിലെ ഭൂരിഭാഗം നിയമസഭാ മണ്ഡലങ്ങളിലും UDF മേൽക്കൈ വന്നിട്ടുണ്ട്. ഏതാണ്ട് 80ഓളം സീറ്റുകളിൽ ഞങ്ങൾ മുന്നിട്ട് നിൽക്കുകയാണ്. ഇത് നല്ലൊരു പ്രതീക്ഷയാണ്. വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു നല്ല ചൂണ്ടുപലകയാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്നത് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു മുന്നൊരുക്കം, ഒരു സെമിഫൈനലാണെന്നാണ് പറഞ്ഞത്. അത് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നു. ഇനി ഫൈനലിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. UDF അടിത്തറ ഭദ്രമാക്കുക എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ UDF ഘടകകക്ഷികളും കോൺഗ്രസ് അടക്കമുള്ള ലീഗൊക്കെ അടക്കമുള്ള കക്ഷികളൊക്കെ അത് ആഗ്രഹിക്കുന്നുണ്ട്. തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലബാറിലും ഒരേപോലെ ജനങ്ങൾ UDF നിന്നിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ BJPയുടെ ഒരു വളർച്ച അതെങ്ങനെയാണ് കംപ്ലീറ്റ് അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഒന്നുകൂടി UDF നില ഭദ്രമാക്കുകയും അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാക്കുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതെ, അടിത്തറ വിപുലമാക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ഒരുപാട് പാർട്ടികളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷത്തോട് അതൃപ്തിയുള്ള പാർട്ടികളൊക്കെ കേരളത്തിലുണ്ട്, ഇടതു മുന്നണിയിൽ തന്നെ. അവരിൽ പലരും ഞങ്ങളോട് സമാപന ചിന്താഗതിയുള്ള ആളുകൾ, പാർട്ടികൾ, അവരൊക്കെ തന്നെ UDF വരുമെന്നാണ് പ്രതീക്ഷ.